തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചനയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൂഢാലോചനയിൽ വിദേശ സഹായം കൈപ്പറ്റുന്ന NGOകൾക്ക് പങ്കുണ്ടെന്നും മോദി. അപമാനിച്ചു തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പ്രധാനമന്ത്രി. വിശദാംശങ്ങളുമായി സന്തോഷ് സലിം ചേരുന്നു. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് നരേന്ദ്രമോദി കൂടുതലായി പറഞ്ഞിട്ടുള്ളത്? മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഒറീസയിൽ ഒരു കർഷക റാലി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി JNU വിഷയത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയത്. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ NGOs ഉണ്ട്. ഈ NGOsകൾക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുണ്ട്. തന്നെയും തന്റെ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും തകർക്കാനുമുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി. പല NGOsകളുടെ വിദേശ ഫണ്ട് സംബന്ധിച്ചുള്ള കണക്കെടുപ്പും പരിശോധനയും കേന്ദ്ര സർക്കാർ നടത്തുന്നു. ഇതൊക്കെയാണ് ഈ തനിക്കെതിരെയുള്ള ഈ പടനീക്കത്തിന് പിന്നിലെന്നും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത്, അപമാനിച്ച് ഏതെങ്കിലും തരത്തിൽ തന്നെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അതിനെ അത്തരത്തിൽ തന്നെ നേരിടുമെന്നും മോദി വ്യക്തമാക്കി. ഇതാദ്യമായാണ് മോദി JNU വിഷയത്തിൽ പരോക്ഷമായിട്ടാണെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ധന്യ. സന്തോഷ് സലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. കനയ്യയുടെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോയിൽ ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. CTV പുറത്തുവിട്ട വ്യാജ വീഡിയോ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. കനയ്യക്കെതിരെയുള്ള നടപടികളിൽ വിദേശ സർവകലാശാലകളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. BJPയുടെ മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം നരേന്ദ്രമോദി മറക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ മാധ്യമ പ്രവർത്തക ബർഖ ദത്ത് നരേന്ദ്രമോദിക്ക് തുറന്ന കത്തയച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്നയ്യ കുമാറിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോയിലാണ് ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. CTV ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ ഹാജരാക്കാൻ ദില്ലി പോലീസ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ട മജിസ്ട്രേറ്റ് തല അന്വേഷണവും ആരംഭിച്ചു. മറ്റൊരു പരിപാടിയിലെ ശബ്ദങ്ങളും ദൃശ്യങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന ആരോപണത്തിൽ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം കന്നയ്യക്കെതിരെയുള്ള നടപടികളിൽ വിദേശ സർവകലാശാലകളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കാലിഫോർണിയ, ലണ്ടൻ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. കന്നയ്യയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് കാണിച്ച് വിദ്യാർത്ഥി സംഘടന ദില്ലി പോലീസ് സൈബർ സെല്ലിൽ പരാതി നൽകി. കന്നയ്യയുടെ ഫേസ്ബുക്ക് പേജിലെ പ്രൊഫൈൽ ചിത്രവും പശ്ചാത്തല ചിത്രവും മാറ്റി ഹാക്കർമാർ ത്രിവർണ്ണ പതാകയുള്ള ചിത്രമിട്ടു. CPIMന്റെ ലോഗോയ്ക്ക് മുന്നിൽ കന്നയ്യ കുമാർ നിൽക്കുന്ന പ്രൊഫൈൽ ചിത്രം മാറ്റിയാണ് സൈനികർ ത്രിവർണ്ണ പതാക നാട്ടുന്ന ചിത്രം നൽകിയത്. JNU വിഷയത്തിൽ മൗനം തുടരുന്ന പ്രധാനമന്ത്രിക്ക് പ്രമുഖ മാധ്യമപ്രവർത്തക ബർഖ ദത്ത് തുറന്ന കത്തയച്ചു. BJPയുടെ മാത്രം പ്രധാനമന്ത്രിയല്ല മോദിയെന്നും രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണെന്ന കാര്യം മറക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബർഖ ദത്ത് മോദിക്ക് കത്തയച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യ ദേശദ്രോഹിയെന്ന സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലെന്ന് കനയ്യയുടെ സഹോദരൻ. കനയ്യയുടെ അറസ്റ്റ് അറിഞ്ഞതിനെ തുടർന്ന് ദില്ലിയിലെത്തിയതാണ് കനയ്യയുടെ ബന്ധുക്കളും സഹോദരനും. ബീഹാറിലെ ഗ്രാമം മുഴുവൻ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കി ഒപ്പമുണ്ടെന്നും സഹോദരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ബീഹാറിലെ ലെനിൻ കോട്ട എന്നറിയപ്പെടുന്ന ബെഗുസറായി ജില്ലയിൽ ബിഹാട്ട് ഗ്രാമസ്വദേശിയാണ് കന്നയ്യകുമാർ. കന്നയ്യകുമാറിന്റെ അറസ്റ്റ് അറിഞ്ഞ് സഹോദരനും ബന്ധുക്കളും ദില്ലിയിലെത്തി. പാർട്ടി നേതാക്കൾ CP ആസ്ഥാനമായ അജോയ് ഭവനിൽ ഇവർക്ക് താമസമൊരുക്കിയിട്ടുണ്ട്. കന്നയ്യ ദേശദ്രോഹിയെന്ന BJP നേതാക്കൾ മുദ്ര കുത്തുന്നതിലെ വേദന സഹോദരൻ മണികാന്ത് സിംഗ് പീപ്പിൾ TVയോട് പങ്കുവച്ചതിൽ പോലും ആരും ഇങ്ങനെ കരുതരുതെന്നും കന്നയ്യയുടെ സഹോദരൻ പറഞ്ഞു. ഗ്രാമം മുഴുവൻ തങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെയാണ് പോലീസ് സുരക്ഷാ വാഗ്ദാനം വേണ്ടെന്ന് വച്ചതും. തളർന്നു കിടക്കുന്ന അച്ഛനും അംഗൻവാടി ജീവനക്കാരിയായ അമ്മയ്ക്കും താങ്ങാനാവുന്നതല്ല കന്നയ്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെന്നും സഹോദരൻ പറഞ്ഞു. കന്നയ്യയെ തീഹാറിലെത്തി കാണാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. രാജ്യദ്രോഹിയെന്ന് വരുത്തി തീർക്കാനുള്ള അധികാര ശ്രമങ്ങളെ ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസങ്ങളോടെയും എതിരിടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവച്ചത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ജാട്ട് പ്രക്ഷോഭകർ തടഞ്ഞു. ഹരിയാനയിലെ മധുര സ്റ്റേഷനിലാണ് ട്രെയിൻ തടഞ്ഞിരുന്നത്. യാത്രക്കാരെ പ്രക്ഷോഭകർ കയ്യേറ്റം ചെയ്തു. ഇതേ തുടർന്ന് ട്രെയിൻ ദില്ലിയിലേക്ക് തിരിച്ചുവിട്ടു. സംശയവുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. അതന്നെ, ഇന്ന് രാവിലെ 11:30 ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ് ദില്ലിയിൽ നിന്നും യാത്ര ആരംഭിച്ചത്. തീവണ്ടി ഹരിയാനയിലെ മധുര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് എത്തിയപ്പോഴായിരുന്നു ജാട്ട് പ്രക്ഷോഭകർ ട്രെയിനിനെ ആക്രമിച്ചത്. യാത്രക്കാർക്ക് നേരെ ഇവർ ആക്രമണം അഴിച്ചുവിട്ടു. ഏതാണ്ട് 500ഓളം വരുന്ന സംഘം തീവണ്ടിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കല്ലെറിയുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് തീവണ്ടിയിൽ ഉണ്ടായിരുന്നവർ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. തീവണ്ടിയുടെ S4 കോച്ച് പൂർണ്ണമായും
തകർന്നിരിക്കുകയാണ്. 4 മണിക്കൂർ നേരമാണ് അനിശ്ചിതത്വത്തിൽ യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വിജനമായ ഒരു പ്രദേശമായിരുന്നു ഇത്. മദ്രാസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിരുന്നു ഈ പ്രദേശം. പോലീസോ റെയിൽവേ പോലീസോ അല്ലെങ്കിൽ പ്രദേശത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസോ ഒന്നും തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, ജാട്ട് പ്രക്ഷോഭകരുടെ സമരം കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ സമരം നടക്കുന്ന പ്രദേശത്തുകൂടെ തന്നെ ഈ തീവണ്ടി പോകുന്നത്. എന്നാൽ ഇതിനാവശ്യമായ യാതൊരു സുരക്ഷയും ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായിരുന്നില്ല. പിന്നീട് അനിശ്ചിതത്വത്തിനൊടുവിൽ തീവണ്ടി തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് മാറ്റിയിടുകയും അവിടെ നിന്ന് ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ധന്യ. പി വി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹരിയാനയിൽ സംവരണം ആവശ്യപ്പെട്ടുള്ള ജാട്ട് സമുദായത്തിന്റെ പ്രക്ഷോഭം പടരുന്നു. സമരക്കാർ ബസായി റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിന് തീയിട്ടു. പ്രക്ഷോഭത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സമുദായ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതേസമയം സംവരണം നൽകണമെന്നാവശ്യപ്പെട്ട് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ ദില്ലി ജന്തർ മന്ദിർ നിരാഹാര സമരം ആരംഭിച്ചു. OBC പട്ടികയിൽ സമുദായത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജാട്ട് വിഭാഗം നടത്തുന്ന പ്രക്ഷോഭം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരിയാനയിലെ 19 ജില്ലകളിലും വ്യാപിച്ച സംഘർഷത്തിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ അഗ്നിക്കിരയായി. ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുർഗാവിലെ ധ്യാൻകോട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ തീവയ്പിൽ പൂർണ്ണമായും നശിച്ചു. 1000-ഓളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതായി നോർത്ത് റെയിൽവേ അറിയിച്ചു. നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പെട്രോൾ പമ്പുകളെയും പ്രക്ഷോഭകാരികൾ വെറുതെ വിടുന്നില്ല. ദില്ലിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കനാൽ പ്രക്ഷോഭകാരികൾ അടച്ചിരുന്നു. ഇത് തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദില്ലിയിൽ ജലദൗർലഭ്യം രൂക്ഷമായി. തിങ്കളാഴ്ച മുതൽ വെള്ളം ലഭിക്കില്ലെന്ന് ദില്ലി സർക്കാരും അറിയിച്ചു. അതിനാൽ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തി. 49 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി നിയോഗിച്ചതായി ഹരിയാന DGP YP സിംഗൾ അറിയിച്ചു. കൂടാതെ കരസേനാ വിഭാഗത്തെ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കും. ഇതിനിടയിൽ സമുദായ സംവരണം ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ദില്ലിയിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജമ്മുകാശ്മീരിലെ പാംപോറിൽ ഭീകരർ CRPF വാഹനവ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. 3 CRPF ജവാന്മാരും ഒരു പ്രദേശവാസിയുമാണ് കൊല്ലപ്പെട്ടത്. 11 ജവാന്മാർക്ക് പരിക്കേറ്റു. സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ CRPF വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന 2-3 ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് CRPF വാഹനവ്യൂഹത്തിന് നേരെ തീവ്രവാദികൾ വെടിവെച്ചത്. ജമ്മുകാശ്മീരിലെ പാമ്പോർ നഗരത്തിലായിരുന്നു ആക്രമണം. വെടിവെച്ച ശേഷം തീവ്രവാദികൾ സമീപത്തെ സർക്കാർ പരിശീലന കേന്ദ്രത്തിലേക്ക് ഓടിക്കയറി. ഇവിടെയിരുന്നും CRPFന് നേരെ വെടിയുതിർത്തു. 2 ജവാന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശവാസിയെയും തീവ്രവാദികൾ കൊന്നു. പിന്നീട് സൈന്യം സ്ഥലത്തെത്തി തീവ്രവാദികൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി. കെട്ടിടത്തിലുണ്ടായിരുന്ന 120ഓളം പേരെ ഒഴിപ്പിച്ചു. അർദ്ധരാത്രിയും തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ കരസേനാ ക്യാപ്റ്റൻ പവൻകുമാർ കൊല്ലപ്പെട്ടു. തീവ്രവാദികളിൽ 2 പേരെ സൈന്യം വെടിവെച്ചു കൊന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉമ്മൻചാണ്ടിക്കെതിരെ ഒളിയമ്പുമായി രമേശ് ചെന്നിത്തല. കളങ്കിതർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും മുഖ്യമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ ആരെങ്കിലും ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്യാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കുന്നത്. ആരെ പറ്റിയും ഒരു ധാരണ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കും, ഞാൻ പോലും മത്സരിക്കണമെന്നുള്ള പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും നാളെ ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടിയും രമേശും കൂടാതെ സുധീരനും മത്സരരംഗത്തുണ്ടായേക്കുമെന്നാണ് സൂചന. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPC അധ്യക്ഷനും നാളെ ദില്ലിക്ക് പോകും. സോളാർ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന ആക്ഷേപം സുധീരനും ചെന്നിത്തലയ്ക്കുമുണ്ട്. നിലവിലത്തെ സാഹചര്യം സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. സംസ്ഥാനത്തെ നേതാക്കന്മാർക്കിടയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഗുലാം നബി ആസാദ് റിപ്പോർട്ടും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ മാത്രം ഉയർത്തി കാട്ടേണ്ടതില്ലെന്നും 3 പേരും മത്സരിക്കട്ടെ എന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്.
നാളെ വൈകിട്ട് 5:30 ദില്ലിയിലാണ് ചർച്ച നടക്കുക. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ ഇടയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറ്റം സംബന്ധിച്ച സൂചനകൾ നൽകി കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PC ജോസഫ് രംഗത്തെത്തി. കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പാർട്ടി ജനറൽ സെക്രട്ടറി PC ജോസഫ് ഉന്നയിച്ചത്. ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ PJ ജോസഫ് വിഭാഗത്തിലെ ഭൂരിഭാഗം പേരും സന്നദ്ധരാണെന്ന് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞുവയ്ക്കുന്നു. കേരള കോൺഗ്രസിൽ നിന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നും ഇത് പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ 90% ആളുകളുടെയും ചിന്തയാണ് ഞാൻ പറഞ്ഞത്. താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ആപൽക്കരമായിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു പോകാൻ ഒരിക്കലും കേരള കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന്മാർക്ക് കഴിയില്ല. അഴിമതിയുടെ പാപഭാരം പേറുന്നവർ ഈ ധ്രുവീകരണത്തിൽ പങ്കാളികളാകില്ല. രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരാണോ എന്ന് നോക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് വളരെ ക്ലിയറാണ്. അഴിമതി കാണിച്ചവർക്ക് ആ ധ്രുവീകരണത്തിൽ അവരാരായാലും പങ്കുചേരാൻ കഴിയില്ലല്ലോ. ജോസഫ് വിഭാഗത്തിന് സീറ്റുകൾ പരിമിതപ്പെടുത്താനുള്ള നീക്കം ചിലരുടെ വ്യക്തി താൽപര്യമാണ്. അർഹതയില്ലാത്തവരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും PC ജോസഫ് പറഞ്ഞു. പിന്നെ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന പഴയ ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ടവരെ എല്ലാവരും ഒഴിവാകണം എന്നാരോ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ എന്താ ഒരു കാരണം എന്ന് പറയുന്നത് അർഹരല്ലാത്തവരെ അർഹതപ്പെടാത്ത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അങ്കമാലി സീറ്റോ മൂവാറ്റുപുഴയോ തങ്ങൾക്ക് വേണമെന്ന കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. ഇവയിലൊന്നും ലഭിച്ചില്ലെങ്കിൽ താൻ മത്സരിക്കില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലിയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് ശക്തമായതിനാൽ ഘടകകക്ഷി സ്ഥാനാർത്ഥിയാണ് ഉചിതമെന്നും അദ്ദേഹം അങ്കമാലിയിൽ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശംസ. ഉമ്മൻചാണ്ടി നല്ല മുഖ്യമന്ത്രിയെന്ന് വെള്ളാപ്പള്ളി. പാമ്പിനെയും പഴുതാരയെയും ഒരു കൂടയിലാക്കി കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടിക്കായെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വ്യക്തിപരമായി പറഞ്ഞ എനിക്ക് ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്. മുഖ്യമന്ത്രി എന്നതിൽ SNDP യോഗത്തെ ഒരുപാട് സഹായിച്ചെന്ന് പറയാം. എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല. മറ്റവർക്ക് അങ്ങനെയല്ലായിരുന്നു. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തരത്തില്ല. പുതുപ്പള്ളിയിൽ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. കൊച്ചി സ്മാർട്ട് സിറ്റി പലവക കച്ചവടത്തിനുള്ള കമ്പോള സ്ഥലമാക്കി മാറ്റിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. സ്മാർട്ട് സിറ്റിയിൽ IT കമ്പനികൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. തൊഴിലവസരവും സംസ്ഥാനത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന ലക്ഷ്യം സർക്കാരിനില്ലെന്നാണ് ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. സ്മാർട്ട് സിറ്റിയുടെ വിസ്തൃതി കുറച്ചത് ഉമ്മൻചാണ്ടിയുടെ പാപ്പരത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. താൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും VS ആലുവയിൽ പറഞ്ഞു. നിലവിലുണ്ടായിരുന്ന ആ സ്ഥാപനത്തിൽ 66 ലക്ഷം സ്ഥാപനങ്ങളാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പാപ്പരത്വം വ്യക്തമാണ്. പിന്നെ ഇതെല്ലാം ഇയാൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ള തരത്തിലുള്ള തെറ്റിദ്ധാരണ വരുത്താനാണ് നോക്കുന്നത്. മദ്യവർജനത്തിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന KCBC പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് കാനം രാജേന്ദ്രൻ. നടപ്പിലാക്കേണ്ടത് ഉദയഭാനു സമിതിയുടെ റിപ്പോർട്ടെന്നും കാനം പറഞ്ഞു. അപ്പോൾ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. KCBC ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കല്ല മറുപടി പറഞ്ഞിരിക്കുന്നത്. KCBC ഇതിന് മദ്യനയത്തെ വർഗീയമാക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് വർഗീയമാക്കാൻ പറ്റുന്നത്? മദ്യവർജനത്തെക്കുറിച്ച് പറയുന്നവർക്ക് രഹസ്യ അജണ്ടയുണ്ട് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഗാന്ധിയനായിട്ടുള്ള ഉദയഭാനു സാറിന് രഹസ്യ അജണ്ട ഉണ്ടാകണം. ഗാന്ധിയനായ ഉദയഭാനു കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം എഴുതി വെച്ചത് മദ്യനിരോധനമല്ല വേണ്ടത്, മദ്യവർജനമാണ് വേണ്ടത്.
JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിൽ പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI ഒരുങ്ങുന്നു. SFIയുടെ പതാക കൈവശം വയ്ക്കുന്ന വിദ്യാർത്ഥികളെ പോലും ദില്ലിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. രാജ്യമെമ്പാടും SFI പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ സംഘപരിവാർ പ്രവർത്തകർ ആക്രമണം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യസ്നേഹ പരീക്ഷ നടത്തുന്നതെന്ന് SFI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യർ ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെടുന്ന നടുക്കുന്ന കഥകളാണ് ദിനംപ്രതി രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അക്രമികളായ സ്വയം സേവകർക്ക് സംരക്ഷണം കൊടുക്കുകയും പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസ് RSS ഭീകരതയുടെ പശ്ചാത്തലത്തിലാണ് പ്രതീകാത്മക രാജ്യസ്നേഹ പരീക്ഷ നടത്താൻ SFI തീരുമാനിച്ചത്. വരുന്ന ഫെബ്രുവരി 23-ന് സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും പരീക്ഷ നടക്കും. വിജയിക്കുന്നവർക്ക് രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. വരുന്ന 26-ാം തീയതി റെഡ് റോസ് റവല്യൂഷൻ എന്ന പേരിൽ ക്യാമ്പസുകളിൽ അസഹിഷ്ണുതയ്ക്കെതിരായ സമരം നടത്തുമെന്നും SFI ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം SFIയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സഖാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് SFIയുടെ പതാക ബാഗിൽ വെച്ചു എന്നുള്ള കുറ്റത്തിലാണ്. ബാഗിൽ വെച്ചു SFIയുടെ പതാക എന്നുള്ള കുറ്റത്തിന് സഖാക്കളെ അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂറിലധികം കസ്റ്റഡിയിൽ വെക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്താർക്കും ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജയിലിലേക്ക് വന്ന് കിടന്നോളൂ, അവിടെ നിങ്ങൾക്ക് തടവറയിൽ നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. ക്യാമ്പസുകളിൽ SFIയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കാനും കൃഷിയിലൂടെ ലഭിക്കുന്ന പണം സാന്ത്വന കേന്ദ്രങ്ങൾക്ക് കൈമാറാനും SFI തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, സംസ്ഥാന ഭാരവാഹികളായ ജെയ്ഷ് C തോമസ്, M വിജിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.